നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചെർപ്പളശ്ശേരിക്കടുത്തുള്ള മുണ്ടക്കോട്ട് കൃഷിയിലെ പാതിരക്കുന്നത്ത് മനയിലാണ് കേട്ടോ. ഒരുപാട് നാളായി ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് മനയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ ഇടവഴിയിലൂടെ കുറച്ച് ദൂരം നടന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാതിരക്കുന്നത്ത് മനയിലെത്തി. ഇതൊരു ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നാഗചൈതന്യം ഉള്ളൊരു ഇല്ലം അല്ലെങ്കിൽ ഒരു മന, അങ്ങനെയൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇല്ലത്തിന് ചുറ്റും നിറയെ നാഗരൂപങ്ങളും കാവുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ആ നാഗരൂപത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു തിരുമേനി ഈ മനയിലുണ്ടായ ഐതിഹ്യവും അവിടുത്തെ വഴിപാടുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടു കേട്ടോ. അവിടെയൊക്കെ ബോർഡുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരാൾ കഥ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനും അവിടെ നിന്നത് കേട്ടു. അതെന്താന്ന് വെച്ചാൽ ഈ ഇല്ലത്തുണ്ടായിരുന്ന ദമ്പതിമാർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അത്രേ. നിരവധി കാലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവാതെ ഈ ഇല്ലം അന്യം നിന്ന് പോകുമോ എന്ന് വരെ അവർ ദുഃഖിച്ചിരുന്നു. അങ്ങനെ സന്താനഭാഗ്യത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ ഗ്രാമദേവനായ അയ്യപ്പനെ ഭജിച്ചുവെന്നും അയ്യപ്പൻ്റെ അരുളപ്പാടനുസരിച്ചിട്ട് അവിടുത്തെ നമ്പൂതിരി തൃശ്ശൂരുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ഭജന ഇരിക്കാൻ തുടങ്ങിയെന്ന്. അങ്ങനെ നമ്പൂതിരിയുടെ പ്രാർത്ഥനയിൽ അവിടുത്തെ മഹാദേവൻ സ്വപ്ന ദർശനം നൽകി. സന്താനഭാഗ്യത്തിനും കൂടാതെ ഇല്ലം അന്യം നിന്നു പോകാതെയും സംരക്ഷിച്ചു കൊള്ളാമെന്നും. വൈകാതെ തന്നെ അവിടുത്തെ അന്തർജനം ഗർഭിണിയാവുകയും ചെയ്തു കേട്ടോ. ഗർഭകാലം പൂർത്തിയായപ്പോൾ ഒരു ഉണ്ണിയെയും കൂടെ ഒരു നാഗത്തിനെയും പ്രസവിക്കുകയും ചെയ്തു. ഈ നാഗം തൻ്റെ കൂടെപ്പിറപ്പായ ഉണ്ണിയോടൊപ്പം ഇല്ലത്തിനകത്തും പുറത്തുമൊക്കെ കളിച്ചു വളർന്നു. പക്ഷെ ആ നാഗം ഇല്ലത്തിനകത്തും പുറത്തൊക്കെ കാണുന്നത് കൊണ്ട് ഇല്ലത്ത് വരുന്ന ബന്ധുജനങ്ങളും മറ്റുള്ളവരൊക്കെ ഒന്നിനും ഇല്ലത്തേക്ക് വരാതായി. അങ്ങനെ അച്ഛൻ പറഞ്ഞു, നീ ഇനി പുറത്തേക്കൊന്നും അധികം ഇറങ്ങി നടക്കണ്ട, ഭയപ്പാട് കൊണ്ട് ആരും നമ്മുടെ ഇല്ലത്തേക്ക് വരുന്നില്ല. അച്ഛൻ പറഞ്ഞത് അത്ര കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ അമ്മ കൂടി പറഞ്ഞപ്പോൾ അത് നാഗത്തിന് വളരെ വിഷമമുണ്ടാക്കിയെന്ന്. അപ്പോൾ നാഗം അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, അമ്മ എനിക്കുള്ള ഭക്ഷണം നിത്യവും തന്നാൽ മതി, ഞാൻ വടക്കിനിയിൽ അന്തർദാനം ചെയ്യാൻ പോവുകയാണ് എന്ന്. കൂടാതെ ഈ നാഗ അമ്മയോട് പറഞ്ഞു അത്രേ, 1000 വർഷം ഈ ഇല്ലത്തെ കാത്തു സംരക്ഷിച്ചു കൊള്ളാമെന്നും സർപ്പദോഷ നിവൃത്തിക്ക് പേരു കേട്ടതായി തീരുമെന്നും സന്താനഭാഗ്യം ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു ഇല്ലം നല്ലൊരു ആശ്രയസ്ഥാനം ആവുമെന്നും പറഞ്ഞിട്ട് വടക്കിനിയിലുള്ളൊരു ശിലയിലേക്ക് അന്തർദാനം ചെയ്യാത്രേ ചെയ്തത്. ഈ ഒരു കഥ തിരുമേനി നമ്മളോട് പറയുമ്പോൾ ആ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും കേട്ടോ. കൂടാതെ ദുഃഖവും തോന്നും. കാരണം കൂടപ്പിറപ്പാണ്, അമ്മേനെയും അച്ഛനെയും വിഷമിപ്പിക്കാതെ സ്വയം തോന്നിയിട്ട് അടുത്തുള്ള ഒരു ശിലയിലേക്ക് അന്തർദാനം ചെയ്തുല്ലോ. ഇനി എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 10th പഠിക്കുന്ന സമയത്താട്ടോ ഈ നാഗങ്ങളൊക്കെ ഉള്ള വീട്ടുകാരുടെ സ്ഥലത്താണ് ഞങ്ങൾ വീട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീട്ടുകാർ തുള്ളലൊക്കെ നടത്തുന്ന സമയത്ത് നമ്മളെ കൂടെ പിടിച്ചിട്ട് കളത്തിലിരുത്തും. എന്നിട്ട് നാഗം നമ്മുടെ ശരീരത്തിൽ കയറുക, കളമൊക്കെ മായ്ക്കുക, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും തുള്ളൽ നടത്തുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അത് ചോദിച്ചപ്പോൾ ആ നാഗങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തായതുകൊണ്ടാണ് അവിടുത്തെ കുട്ടീനെ കളത്തിലിരുത്തിയതാണെന്നാണ് അന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയത് ഈ ഒരു പാതിരക്കുന്നത്ത് മനയിൽ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു അനുഭവം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദർശനത്തിന് വേണ്ടിയിട്ട് അകത്ത് കയറി. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പ്രസാദങ്ങളാണ് കേട്ടോ കിട്ടിയത്. കൺമശിയൊക്കെ കിട്ടും കേട്ടോ. അത് അവിടെ വെച്ചിട്ട് തന്നെ എല്ലാവരും എഴുതുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവിടെ വെച്ചിട്ട് തന്നെ കണ്ണൊക്കെ എഴുതി അവിടുന്ന് കിട്ടിയ പഴമൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ പ്രധാന വഴിപാട് നൂറും പാലും അതും ചെയ്തു കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നിവേദ്യം കഴിക്കാൻ വേണ്ടി പോയി. ഇന്നെന്തോ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. മുൻപ് വന്ന പരിചയം പോലെയായിരുന്നു കുഞ്ഞുമണി. കൈയൊന്നും പിടിക്കാൻ സമ്മതിക്കാതെ ഓട് തന്നെയായിരുന്നു. നല്ല നെല്ലുത്തേരിയുടെ നിവേദ്യവും സാമ്പാറും നെല്ലിക്ക അച്ചാറും ആയിരുന്നു കേട്ടോ അവിടുന്ന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഈ മനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മതക്കാർക്കും ഇവിടെ വരാമെന്നുള്ളതാണ് കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു മുസ്ലിം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വീടിൻ്റെ 4 പുറത്ത് നാഗങ്ങളെ കാണുകയാണെന്ന് പറഞ്ഞിട്ട് വഴിപാട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ മതക്കാർക്കും ഇവിടെ വന്നിട്ട് വഴിപാടുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പാതിരക്കുന്ന് മനയിലെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും അനുഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.